നമസ്കാരം. ഗാസയിൽ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിന് അമേരിക്ക മുൻകൈയെടുത്ത് നടപ്പിലാക്കിയ സമാധാന ഉടമ്പടിയിലെ എല്ലാ കാര്യങ്ങളോടും ഹമാസ് അനുസരിച്ചില്ലെങ്കിൽ പോലും ജീവിച്ചിരിപ്പുള്ള ബന്ദികളെ വിട്ടുനൽകുകയും മരിച്ച കുറേ ആളുകളുടെ മൃതദേഹങ്ങൾ വിട്ടുനൽകുകയും ചെയ്തിട്ടുണ്ട്. ഇനിയും നിരവധി മൃതദേഹങ്ങൾ അവരുടെ കൈവശമാണ്. അത് വീണ്ടെടുക്കാനുള്ള ശ്രമം തന്നെയാണ് ഇപ്പോഴും തുടരുന്നത്. അതിന് ഹമാസിനെ സംബന്ധിച്ചിടത്തോളം അവർ ഏതാണ്ട് ഇപ്പോൾ പരാജയപ്പെട്ട അവസ്ഥയിൽ തന്നെയാണ്. പക്ഷേ ഇപ്പോൾ ഞങ്ങൾ തോറ്റിട്ടില്ല എന്ന് കാണിക്കുന്നതിന് വേണ്ടി ഇപ്പോൾ ഗാസയിൽ ഉടനീളം ക്രൂരകൃത്യങ്ങൾ ചെയ്യുന്നതാണ് അവരുടെ സ്ഥിരമായ രീതി. ആളുകളെ പരസ്യമായി അതിക്രൂരമായി കൊല്ലുന്ന ദൃശ്യങ്ങൾ പുറത്തുവിട്ട് ആളുകളെ ഭയപ്പെടുത്തുന്നതാണ് അവർ ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്ന പുതിയ നിലപാട്. ഇതിന് ശക്തമായ തിരിച്ചടി നൽകുമെന്ന് അമേരിക്കയും വ്യക്തമാക്കിയിട്ടുണ്ട്. പക്ഷേ ഇതിനിടയിലുണ്ടായ മറ്റൊരു പ്രധാനപ്പെട്ട സംഭവ വികാസം ഹിസ്ബുള്ള വീണ്ടും തലപൊക്കുന്നു എന്നുള്ളതാണ്. ലെബനൻ എന്ന രാജ്യത്തെ നശിപ്പിച്ച ഈ ഹിസ്ബുള്ള എന്ന തീവ്രവാദ സംഘടന ഹമാസ് ഭീകരർ 2023 ഒക്ടോബർ 7 ഇസ്രായേലിലേക്ക് ആക്രമണം നടത്തിയതിൻ്റെ തൊട്ട് പിന്നാലെ തന്നെ അവർക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഇസ്രായേലിലേക്ക് നിരന്തരമായ ആക്രമണം നടത്തുകയായിരുന്നു. ഹസൻ നസ്രുള്ളയൊക്കെ പോലെയുള്ള അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കന്മാർ തന്നെയാണ് ഇതിനെല്ലാം ചരട് വലിച്ചത്. ലെബനൻ എന്ന രാജ്യം ശരിക്കും അക്ഷരാർത്ഥത്തിൽ ഭരിച്ചിരുന്നത് ഹിസ്ബുള്ള തന്നെയാണ്. പക്ഷേ ഹസൻ നസ്രുള്ള ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ കൊല്ലപ്പെട്ടതോടെ നേതൃനിരയിൽ ആളുകൾ വലിയ തോതിൽ കുറഞ്ഞിട്ടുണ്ട് എങ്കിൽ പോലും ഇപ്പോഴും ഹിസ്ബുള്ള വലിയൊരു ശക്തി തന്നെയാണ് ലെബനനിൽ. കാരണം അവിടുത്തെ സാധാരണക്കാരായ ജനങ്ങളെയും സർക്കാരിനെയും എല്ലാം ഹൈജാക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായ പ്രധാനപ്പെട്ട സംഭവവികാസം ഹിസ്ബുള്ള വീണ്ടും അവരുടെ ആക്രമണങ്ങളും മറ്റ് പരിപാടികളൊക്കെ ആരംഭിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ്. പ്രധാനമായും അവർ ചെയ്തത് നേരത്തെ ഇസ്രായേൽ ആക്രമണത്തിൽ തകർന്ന അവരുടെ ആയുധപ്പുരകളും അവരുടെ സംരക്ഷിത കേന്ദ്രങ്ങളും എല്ലാം തന്നെ പുനർനിർമ്മിക്കാനുള്ള ഒരു ശ്രമം തീവ്രമായി നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിനൊപ്പം തന്നെ വലിയ തോതിൽ ആയുധ നിർമ്മാണവും അവർ നടത്തുന്നുണ്ടായിരുന്നു. ഇത് വീണ്ടും ഇസ്രായേലിനെ നേരിടാനുള്ള അവരുടെ നീക്കത്തിൻ്റെ ഭാഗമാണ് എന്ന് തന്നെയാണ് പറയപ്പെടുന്നത്. ഏതായാലും ഹിസ്ബുള്ളയുടെ ഈ നീക്കത്തിനെതിരെ ലെബനനിലെ സർക്കാരിനൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും ഇസ്രായേൽ ഇന്ന് അവിടെ തകർത്ത് ഒരാക്രമണം നടത്തിയിട്ടുണ്ട്. ഹിസ്ബുള്ളയുടെ ഈ തീവ്രവാദ പ്രവർത്തനങ്ങളെ നേരിടാൻ ലെബനനിലെ സർക്കാരിന് കഴിഞ്ഞില്ലെങ്കിലും ഇസ്രായേൽ ഇന്ന് അതിശക്തമായ തോതിലുള്ള ഒരു ആക്രമണമാണ് അവിടേക്ക് നടത്തിയത്. ഏതാണ്ട് 4 പേർ കൊല്ലപ്പെട്ടു എന്നാണ് പറയപ്പെടുന്നത്. നിരവധി തീവ്രവാദികൾ ഒത്തുകൂടിയ സന്ദർഭത്തിലായിരുന്നു ഇസ്രായേൽ അവിടേക്ക് വളരെ കൃത്യതയോടുകൂടിയുള്ള ആക്രമണം നടന്നത്. മാത്രമല്ല ഇവർ ഇപ്പോൾ നിർമ്മിച്ചു കൊണ്ടിരിക്കുന്ന പഴയ തീവ്രവാദ സങ്കേതങ്ങളും ആയുധ നിർമ്മാണ പുരകളുമൊക്കെ തന്നെ ഇസ്രായേലിൻ്റെ ആക്രമണത്തിൽ തകർന്ന് തരിപ്പണമായിട്ടുണ്ട്. മെഹർ ഹസൻ യുനീസ് എന്ന അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഹിസ്ബുള്ളയുടെ ഒരു നേതാവും ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. കിഴക്കിൻ്റെ സ്വിറ്റ്സർലൻഡ് എന്നറിയപ്പെടുന്ന അതിമനോഹരമായ രാജ്യമായിരുന്ന ലെബനനെ കയ്യേറി അവിടുത്തെ ജനങ്ങളുടെ വീടുകളിലും അവരുടെ സ്കൂളുകളിലും ആശുപത്രികളിലും എല്ലാ ആയുധങ്ങളും നിറച്ച് തീവ്രവാദ പ്രവർത്തനം നടത്തിയിരുന്ന സംഘടനയാണ് ഹിസ്ബുള്ള. ഒരു പരിധിവരെ ലെബനൻ്റെ ഭരണം പോലും അവരുടെ കൈകളിലാണ് ഇപ്പോഴും. ഹസൻ നസ്രുള്ള എന്ന അവരുടെ ഏറ്റവും വലിയ നേതാവ് നിരന്തരമായി ഇസ്രായേലിന് നേർക്ക് ആക്രമണം നടത്തുന്നതിന് നേതൃത്വം നൽകുകയായിരുന്നു. ഒടുവിൽ രണ്ടും കൽപ്പിച്ച് ഇസ്രായേൽ തിരിച്ചടിക്കുകയായിരുന്നു. ഹസൻ നസ്രുള്ള കൊല്ലപ്പെടുന്നതിന് മുമ്പ് തന്നെ ഇസ്രായേലിൻ്റെ ചാരസംഘടനയായ മൊസാദ് ആസൂത്രണം ചെയ്ത പേജറുകൾ പൊട്ടിത്തെറിച്ച സംഭവത്തിലൂടെ നിരവധി ഹിസ്ബുള്ള നേതാക്കൾക്ക് കാഴ്ച നഷ്ടപ്പെടുകയോ കൊല്ലപ്പെടുകയോ അംഗവൈകല്യം സംഭവിക്കുകയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഹസൻ നസ്രുള്ളയെയും ഇസ്രായേൽ വധിച്ചത്. ഇപ്പോൾ ഹസൻ നസ്രുള്ളയെന്നും പോലെയുള്ള തലയെടുപ്പുള്ള നേതാക്കന്മാരാരും തന്നെ ഹിസ്ബുള്ളയ്ക്ക് ഇല്ല എങ്കിൽ പോലും ഇന്ന് കൊല്ലപ്പെട്ട ഈ പ്രധാന നേതാക്കളെ പോലെ ചിലർ ഇപ്പോഴും അവശേഷിക്കുന്നുണ്ട്. അവർ തന്നെയാണ് അവിടെ ഈ ക്രൂരകൃത്യങ്ങൾക്കെല്ലാം നേതൃത്വം കൊടുക്കുന്നതും വീണ്ടും പ്രവർത്തന സജ്ജമായി ഇസ്രായേലിനെ നേരിടാൻ തയ്യാറെടുപ്പ് നടത്തുന്നതും. ഏതായാലും ഇത് മുൻകൂട്ടി കണ്ട് കൃത്യമായ വിവരങ്ങൾ ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇസ്രായേൽ രൂക്ഷമായ രീതിയിൽ ഇവരുടെ പുതിയ സങ്കേതങ്ങളും പുനർനിർമ്മാണം നടക്കുന്ന കേന്ദ്രങ്ങളും എല്ലാം തന്നെ തകർത്ത് തള്ളിയത്. ഇവരുടെ ആയുധ സംഭരണ കേന്ദ്രങ്ങളും എല്ലാം തന്നെ ഇസ്രായേലിൻ്റെ ആക്രമണത്തിൽ തകർന്നിട്ടുണ്ട്. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം